ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു ത്രില്ലർ സിനിമയുമായിട്ടാണ്. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായിക കരഞ്ഞുകൊണ്ട് കാർ ഓടിച്ചു പോവുകയാണ്. അവൾ എന്തോ ഒരു കാര്യം ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല, അവളും ഒരു കറമ്പനും ഒരു മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കറമ്പനാവട്ടെ അവളോട് അയാളുടെ പ്രണയം തുറന്നു കാണിക്കുകയാണ്. ഇത്രക്ക് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭർത്താവായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. എന്ത് ഭർത്താവ്? രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ അവിഹിത ബന്ധമാണ്. അങ്ങനെ അവസാനം നായിക പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അവൻ ചോദിക്കും, അവസാനമായിട്ട് ഒരു തവണ കൂടി നമുക്കൊന്ന് എൻജോയ് ചെയ്താലോ എന്ന്. പക്ഷെ നായിക അതിന് സമ്മതിക്കുന്നില്ല. എന്താന്ന് വെച്ചാലേ നാളെയാണ് പുള്ളിക്കാരിയുടെ കല്യാണം. ഇപ്പോൾ നായിക കാറിൽ നിന്നും അവളുടെ എൻഗേജ്മെന്റ് റിംഗ് എടുത്ത് കയ്യിലേക്ക് അണിയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ടിൽ ഡെത്ത് എന്ന് സിനിമയുടെ പേര് കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുന്നു. ഇപ്പൊ നമ്മുടെ നായിക ഒരു ഓഫീസിന്റെ മുന്നിൽ കാറിൽ വന്നിറങ്ങുന്നു. നമ്മുടെ നായികയുടെ ഭർത്താവ് ഒരു സാധാരണക്കാരൊന്നുമല്ല, ഒരു വലിയ ലോയറാണ്. മാത്രമല്ല വലിയ പണക്കാരനും. അതും പോരാഞ്ഞിട്ട് നായിക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനാണ്. പക്ഷെ നായിക എന്തിനാണ് പുള്ളിക്കാരനെ ചതിച്ചിട്ട് ആ കറുമ്പനോടൊപ്പം അഫയറിലിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡിന്റെ ഓഫീസ് ടേബിളിൽ നിന്നും ഒരു പഴയ കേസ് ഫയൽ നായിക കാണുന്നു. ആ ഫയൽ നായിക ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നായികയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരുത്തൻ ശ്രമിച്ചിരുന്നു. അവന്റെ കേസ് ഫയലാണത്. പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് നമ്മുടെ നായികയുടെ ഭർത്താവ് വരുന്നു. അവനെ കണ്ട ഉടനെ തന്നെ നായിക ആ ഫോട്ടോ എടുത്ത് പിന്നിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു. അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ല ഇന്ന് റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരുമെന്ന് വിചാരിച്ചു, അതെന്ത് പറ്റി ബ്ലാക്ക് ഇട്ടത്? അതൊന്നും കുഴപ്പമില്ല, എന്താ ഈ പിറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി നോക്കുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ ഭർത്താവ് പറയും, നീ എന്തിനാണ് ഇയാളെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അപ്പോൾ നായിക ചോദിക്കും, ഇതെന്തിനാ ഇയാളുടെ കേസ് ഫയലും എടുത്തു വെച്ചിരിക്കുന്നത്? അതൊന്നുമില്ല, ആ പരക്കൂതറ ജയിലിൽ നിന്ന് പരോളിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് എന്ന് ഭർത്താവ് മറുപടി പറയുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആ കർമ്പനിലെ നായികയുടെ കൂടെ അഫയർ വെച്ചിരിക്കുന്നവൻ അവനും ആ ലിഫ്റ്റിലേക്ക് വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായികയുടെ ഭർത്താവിന്റെ അതേ കമ്പനിയിൽ തന്നെയാണ് അവനും ജോലി ചെയ്യുന്നത്. അവനെ കണ്ട ഉടനെ നമ്മുടെ വക്കീല് പറയും, ഇതാണ് എന്റെ ഭാര്യ, നീ ഇതിനു മുമ്പ് ഇവളെ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് സാർ, നമ്മൾ ഒരു തവണ ക്രിസ്മസ് പാർട്ടിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന് ആ കർമ്പൻ മറുപടി പറയുന്നു. ക്രിസ്മസ് പാർട്ടിയിലോ? ഒന്ന് ഓർത്തു നോക്കിയേ, ഹോളിഡേ പാർട്ടിയിലല്ലേ കണ്ടത് എന്ന് വക്കീല് ചോദിക്കുന്നു. അത് കേട്ടതോടെ കറുമ്പനും നായികയ്ക്കും ശരിക്കും ശ്വാസം തന്നെ നിലച്ചുപോയി. എങ്ങാനും പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു എന്നുള്ളൊരു പേടി രണ്ടുപേർക്കുണ്ടായി. ഇപ്പോൾ നമ്മുടെ നായികയും നായികയുടെ ഭർത്താവും കൂടി ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ വെച്ച് നമ്മുടെ നായികയുടെ ഭർത്താവ് നായികയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒരു വില കൂടിയ ഡയമണ്ട് നെക്ലേസ്. അത് ഭർത്താവ് തന്നെ അവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നു. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഭർത്താവ് കൊടുത്തിട്ടും നായികയ്ക്ക് പ്രത്യേകിച്ചൊരു സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഏതായാലും ഭർത്താവ് ഒരു ഗിഫ്റ്റ് തന്നതല്ലേ, ഞാനും ഒരു ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞിട്ട് ഒരു ലെറ്റർ പോലെ അവിടെ വെക്കുന്നു. ഭർത്താവ് അത് തുറന്നു നോക്കുമ്പോൾ നായികയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഒരുപാട് നാളായി അവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ആ സ്ഥലത്തിന്റെ ഫോട്ടോയാണ് നായിക അവിടെ വെച്ചത്. അത് കണ്ട ഉടനെ ഭർത്താവ് പറയും, ഇത് നടക്കൂല, ഇതെന്തായാലും ഇപ്പം നടക്കൂല, ഞാൻ നിനക്ക് മറ്റൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാം, നീ അത് കണ്ടു നോക്ക് എന്നും പറഞ്ഞിട്ട് നായികയും കൂട്ടി പുറത്തു പോകുന്നു. കാറിനടുത്ത് വെച്ച് ഭർത്താവ് നായികയോട് പറയും, നിന്റെ പോക്കറ്റിൽ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന്. നായിക നോക്കുമ്പോൾ ഒരു കറുത്ത തുണി. ആ തുണി നായികയുടെ കണ്ണു മറച്ച് കെട്ടിയിട്ട് അവളെയും കൂട്ടി ദൂരെ എവിടേക്കോ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. നായികയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇയാൾ ഇത് എങ്ങോട്ടേക്കാ തന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അവൾ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. മഞ്ഞു മൂടപ്പെട്ട ഒരു തടാകം, അതിന് തൊട്ടടുത്തായിട്ട് മനോഹരമായ ഒരു വീട്. കണ്ണു കെട്ടിയിട്ട് തന്നെ നായികയെ ആ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം അവിടെ നിറയെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച്, ഇതാണ് നിനക്കുള്ള സർപ്രൈസ് എന്ന് ഭർത്താവ് അവളോട് പറയുന്നു. നായിക നോക്കുമ്പോൾ അവിടെ ചെറിയൊരു കാർഡ് ഉണ്ട്. അതെന്താണെന്ന് വായിച്ചു നോക്കിയപ്പോൾ മരണത്തിന് പോലും നമ്മളെ വേർപിരിക്കാനാവില്ല എന്ന് ആ ഭർത്താവ് എഴുതി വെച്ചിരിക്കുന്നു. ഡമോ, എന്തൊരു സ്നേഹം നോക്കിയേ. അതിനുശേഷം നായിക തൊട്ടടുത്തുള്ള മുറിയിലേക്ക് പോകുന്നു. അവിടെ ചുവന്ന പ്രകാശം പരന്നിരിക്കുകയാണ്. മാത്രമല്ല ആ മുറിക്കുള്ളിൽ എല്ലായിടത്തും നായികയുടെയും ഭർത്താവിന്റെയും ഫോട്ടോ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയുള്ള മ്യൂസിക് പ്ലെയറിനടുത്ത് പ്ലേ മീ എന്നുള്ള ഒരു ചീട്ടും കൂടി വെച്ചിട്ടുണ്ട്. നായിക അത് പ്ലേ ചെയ്യിച്ചപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് പ്ലേ ആവുന്നു. ശേഷം നായിക മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നു. അവിടെ ഭർത്താവട്ടെ കയ്യിൽ ഡ്രിങ്ക്സും പിടിച്ച് നായികയെ വെൽക്കം ചെയ്യുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. വർഷം കഴിയുന്തോറും നിന്റെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണെന്ന് അയാൾ അവളോട് പറയുന്നു. പിന്നെ നടക്കുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങളെ ഊഹിച്ചോളല്ലോ. സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ട് ആ സീൻ ഞാൻ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ നായിക ഉറക്കമെഴുന്നേറ്റപ്പോൾ ഭർത്താവ് തൊട്ടടുത്ത് എഴുന്നേറ്റിരിപ്പുണ്ട്. നായിക നോക്കുമ്പോൾ നായികയുടെയും ഭർത്താവിന്റെയും കൈകൾ പരസ്പരം ഹാൻഡ് കഫ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. ഇതെന്താ കയ്യിലിങ്ങനെ ഹാൻഡ് കഫ് കെട്ടിയിരിക്കുന്നത് എന്ന് നായിക ഭർത്താവിനോട് ചോദിക്കുന്നു. അവനൊന്നും മറുപടി പറയാതെ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ച് മരിച്ചു വീഴുന്നു. രക്തം നായികയുടെ മുകളിലേക്ക് ചിതറിത്തെറിക്കുന്നു. കുറച്ചു നേരത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നായിക
നായിക സ്തബ്ധയായി നിൽക്കുന്നു. ഇപ്പോഴും അവൾ ആ ഷോക്കിൽ തന്നെയാണുള്ളത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും ആ ഹാൻഡ് കഫ് ഊരിക്കളയുന്നതിന് വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അതിന് സാധിച്ചില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ഫോൺ എടുത്ത് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാമെന്ന് നോക്കിയപ്പോൾ ആ ഫോണാണെങ്കിൽ എൻഗേജ്ഡും. അതിൽ നിന്നും ഒരു കോള് പോലും എങ്ങോട്ടേക്കും പോകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഭർത്താവ് വെടിവെച്ച് വരച്ച ആ തോക്കെടുത്തിട്ട് അതുകൊണ്ടെങ്കിലും ഈ ഹാൻഡ് കഫ് വെടിവെച്ച് തകർക്കാമെന്ന് കരുതി അത് ചെയ്തപ്പോഴേക്കും ആ തോക്കിൽ വേറെ ഉണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന അവൾ അത് വലിച്ചെറിയുന്നു. അതിപ്പോ ദേ കട്ടിലിന്റെ അടിയിലേക്ക് പോയി വീണു. നായിക ആ ശവശരീരം വലിച്ച് അവിടെ നിന്നും അടുത്ത റൂമിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഭയങ്കര വെയിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഭർത്താവ് നായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ഇവനെ വലിച്ചുകൊണ്ട് പോകാമെന്ന് ചിന്തിച്ച് ആ ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു സേഫ്റ്റി ലോക്കർ നായിക കാണുന്നു. പക്ഷെ ഇപ്പൊ ലോക്കറൊന്നും തുറന്നു നോക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല നായിക. വേഗം തന്നെ ഭർത്താവിനെ ആ ഡ്രസ്സിലേക്ക് കിടത്തിയിട്ട് അവിടെ നിന്നും വലിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കഷ്ടകാലമേ കോണോമ്പി സാമ്പുഹോ ജാതിഹേ എന്ന് പറഞ്ഞ പോലെ നായികയും ശവവും കൂടി സ്റ്റെപ്പ് വഴി ഉരുണ്ട് പരണ്ട് താഴേക്ക് വീഴുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെ കൂടി ആ ശവത്തിനെയും വലിച്ചു പിടിച്ച് നായിക വീടിന്റെ എൻട്രൻസിലെത്തുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ മുഴുവൻ മഞ്ഞ് കട്ടയുറഞ്ഞു കിടക്കുകയാണ്. ഈ മഞ്ഞിലിപ്പോ എന്തായാലും ആ ശവവും പിടിച്ചു വലിച്ചുകൊണ്ട് നായികയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് നായിക തന്റെ മൊബൈലിനെ പറ്റി ഓർത്തത്. ഉടനെ തന്നെ നായിക അവിടെ എവിടെയായിട്ടൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. പാവം ഓരോ അവസ്ഥ നോക്കണേ. മൊബൈൽ എവിടെയാണുള്ളതെന്ന് അറിയോ? ഫ്ലവർ വേസിന്റെ ഉള്ളിൽ വെള്ളത്തിൽ. നമ്മുടെ കല്യാണരാമനിലെ പ്യാരി പറഞ്ഞ പോലെ ചത്ത കിളിക്കുള്ള കൂടും വെള്ളത്തിൽ വീണ മൊബൈലും ഒരുപോലെയല്ലേ, ഒരു ഉപയോഗവും ഇല്ലല്ലോ. അടുത്തതായിട്ട് നായിക അങ്ങോട്ടേക്ക് വന്ന കാറിന്റെ കീ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കഷ്ടപ്പെട്ട് തപ്പിയപ്പോ കീ കണ്ടുപിടിച്ചു. ഇപ്പൊ ഈ ശവവും വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് പോകണ്ടേ. എങ്ങനെയൊക്കെ കൂടി കഷ്ടപ്പെട്ട് മുക്കി മൂളി ഞരളി ആ ശവശരീരം അവള് കാറിലേക്ക് കൊണ്ട് കയറ്റുന്നു. അത്രയും രക്തം പോയിട്ടൊന്നും എനിക്ക് എന്തൊരു വെയിറ്റാടോ മനുഷ്യാന്നും പറഞ്ഞിട്ട് നായിക കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓരോ അവസ്ഥ നോക്കണേ. കാറിലാണെങ്കിൽ ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ല. പെട്രോൾ ഇല്ലാണ്ട് വണ്ടി ഒരടി പോലും നീങ്ങൂലല്ലോ. നമ്മുടെ അവസ്ഥ ഇപ്പൊ നായികയുടെ അവസ്ഥ പോലെ തന്നെയാണ് കേട്ടോ. പെട്രോൾ അടിക്കാൻ ചെന്നാൽ 100 രൂപ. ഉയ്യോ, 1 ലിറ്റർ പെട്രോൾ തേഞ്ഞ്. നമ്മുടെ കാര്യം വിടാം, നമുക്ക് നായികയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോഴാണ് നായിക കാറിൽ ഭർത്താവ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോ കേൾക്കുന്നത്. കൊള്ളാലോടി ഭാര്യയെ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എന്നെ ഇവിടം വരെ തൂക്കിക്കൊണ്ടുവന്നല്ലോ. പക്ഷെ നിനക്ക് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ. നീ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചെറിയ വിഷമം എനിക്കുണ്ട്. നീയും അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഞാൻ മരിച്ചു കളയുമെന്നൊന്നും നീ ചിന്തിച്ചു കാണില്ല അല്ലെ? ഞാൻ മരിച്ചതിന് ശേഷം നിന്റെ കള്ളക്കാമുകന്റെ കൂടെ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നാണോ കരുതിയത്? പക്ഷെ നിനക്ക് എത്ര മനോഹരമായ ഒരു ഗിഫ്റ്റാണ് ഞാൻ സമ്മാനിച്ചതെന്ന് കണ്ടോ. ഇതാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കായുള്ള എന്റെ ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഓഡിയോ അവസാനിക്കുന്നു. അത് കേട്ടത് നമ്മുടെ നായികയ്ക്ക് വരുന്ന ദേഷ്യമൊന്നും കാണണേ എന്റെ അമ്മോ. നായിക എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ശവശരീരം എടുത്ത് കാറിലേക്ക് എത്തിച്ചത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ആ ശവശരീരവും വലിച്ചഴിച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് പോകുന്നു. ശേഷം അവൾ മുഖം കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ ഡയമണ്ട് മാല കാണുന്നു. ഈ കിടക്കുന്ന പണ്ടാരക്കാലം കെട്ടിത്തന്നതല്ലേ, ഇതിനി എന്റെ കഴുത്തിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അത് അഴിക്കാൻ ശ്രമിക്കുന്നു. എവിടെ നായക്ക് കെട്ടിയ തൊടല് പോലെ അത് കഴുത്തിൽ തന്നെ അങ്ങ് കിടക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അത് അഴിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആ വീടിന് താഴെയായിട്ട് ഒരു ബേസ്മെന്റ് ഉള്ളത് നായിക കാണുന്നു. അവളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഹാൻഡ് കഫ് അഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനം ആ ബേസ്മെന്റിൽ നിന്ന് കിട്ടുമെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ ആ ശവശരീരവും വലിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ കൂടി അവൾ ആ സ്റ്റെപ്പ് ഇറങ്ങി ബേസ്മെന്റിലേക്ക് ചെല്ലുന്നു. വക്കീലെന്നാ സുമ്മാവാ, മുന്നിൽ കിട്ടിയ ബിരിയാണി പാത്രം നമ്മൾ കാലിയാക്കുന്നത് പോലെ ആ ഗോഡൌണിലുള്ള എല്ലാ സാധനങ്ങളും തൂത്തു വാരിയിട്ടാണ് വക്കീൽ ഈ പണി ചെയ്തത്. പാവം നായിക ഒരു മുള്ളാണി പോലും അവിടെ വെച്ച് കിട്ടിയില്ല. ഇപ്പൊ അതിലും വലിയ പ്രശ്നം എന്താണെന്നറിയോ? താഴേക്ക് ഇറങ്ങി വന്ന ആ സ്റ്റെപ്പ് മുഴുവൻ ഇപ്പൊ ഈ ശവശരീരവും വലിച്ച് കയറ്റി അവള് മേലേക്ക് കൊണ്ടുപോകണം. വേറെ വഴിയില്ലല്ലോ, ചെയ്തല്ലേ പറ്റൂ. അവള് ദേഷ്യത്തോടെ ഒച്ച വെച്ച് അലറുന്നു. എടോ കാലമാട, തന്റെയൊക്കെ കുപ്പായ അലക്കുന്നതിന്റെ ഇടയിൽ എത്ര പെണ്ണുങ്ങളുടെ ലിപ്സ്റ്റിക്കിന്റെ അടയാളം അതിലുണ്ടായിരുന്നെന്ന് അറിയോ? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ മാത്രം വലിയ യോഗ്യനെ പോലെ ഈ ഡയലോഗ് അടിച്ച് വെടിവെച്ച് ചത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അറഞ്ചം പുറഞ്ചം ആ ശവശരീരത്തെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായിക. ഇപ്പൊ അടുത്ത പടിയായിട്ട് നായിക ആ റെഡ് റൂമിലേക്ക് പോകുന്നു. അതായത് അവളുടെയും ഭർത്താവിന്റെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ റൂമിലേക്ക്. അവിടെയുള്ള ഫോട്ടോസൊക്കെ നായിക നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതിൽ ഭർത്താവിന്റെയും തന്റെയും ഫോട്ടോ മാത്രമല്ല ഉണ്ടായിരുന്നത്. നായികയ്ക്ക് ആരോടൊപ്പം എല്ലാം അടുപ്പമുണ്ടോ അവരുടെയൊക്കെ ഫോട്ടോസ് അതിലുണ്ട്. അടുപ്പം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ അല്ലെ? ആ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ട് നായിക മുന്നോട്ടേക്ക് നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അതിൽ പ്ലേ മീ എന്നുള്ള ഒരു കുറിപ്പും വെച്ചിട്ടുണ്ട്. നായിക അത് പ്ലേ ചെയ്യിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ നായികയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം പോലീസുകാരോട് നായിക പറഞ്ഞ കാര്യങ്ങളാണ് അതിലുള്ളത്. അവന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെന്നും അതുപയോഗിച്ച് അവൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന കാർ ചാവി ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുമായിരുന്നു അവൾ പറഞ്ഞത്. അത് കേട്ടതോടെ അവളാകെ ടെൻഷൻ അടിച്ച് ആ സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ ഒച്ച വയ്ക്കുന്നു. ഇതൊന്നും പോരാ,
പോരാഞ്ഞിട്ട് ദേ വാതിലിന് വെളിയിൽ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. നായിക ഒരു തരത്തിൽ ആ ശവശരീരവും വലിച്ചു പിടിച്ച് വാതിലിന്റെ അടുത്തേക്ക് പോകുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ കറമ്പൻ. നായികയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നവൻ. നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നായിക ചോദിക്കുന്നു. നീയല്ലേ എനിക്കെന്തോ പ്രശ്നമുണ്ട്, എന്നെ സഹായിക്കണമെന്നും പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് അവൻ മറുപടി പറയുന്നു. എന്താണ് നീ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ എന്ന് നായിക പറയുന്നു. അപ്പോൾ അവൻ നായികയോട് ചോദിക്കും, അല്ല നിന്റെ ഡ്രസ്സിൽ എന്താ ചോരയായിട്ടിരിക്കുന്നത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് താഴെ മരിച്ചു കിടക്കുന്നു. എടി നീ ഇതെന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അവൻ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നായിക പറയുന്നു. ഓക്കെ ശരി ശരി അങ്ങനെ തന്നെ ആവട്ടെ, അവൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചു എന്ന് തന്നെ വിചാരിക്കാം, പക്ഷെ നീ അവന്റെ മുഖം കഴുകിയോ എന്ന് ആ കറമ്പൻ നായികയോട് ചോദിക്കുന്നു. അതെ കഴുകി, ഞാൻ അവന്റെയും കഴുകി എന്റെയും മുഖം കഴുകി, അതിനെന്താ ഇപ്പോ? എടി പൊട്ടത്തി, ഇനി നീയാണ് അവനെ കൊന്നതെന്നല്ലേ പറയുള്ളൂ, നിന്റെ ഫിംഗർ പ്രിന്റ് അവന്റെ ശരീരം മൊത്തം ഉണ്ടാവില്ലേ? പോലീസ് എങ്ങാൻ വന്നാൽ അവർ ഒരു കാര്യം ചോദിക്കാതെ നിന്നെ തന്നെ അറസ്റ്റ് ചെയ്യും. അല്ല ഇവനിപ്പോ എന്തിനാ സൂയിസൈഡ് ചെയ്ത്, ഇനി നമ്മുടെ കാര്യം വല്ലതും അറിഞ്ഞതുകൊണ്ടാണോ എന്നും അവൻ ചോദിക്കുന്നു. ഇവൻ വളരെ പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഒരു ചെറിയ ഫോൺ പോലും ഇല്ല, എന്റെ കൈയാണെങ്കിൽ അവന്റെ കൈയുമായിട്ട് ഹാൻഡ് കഫ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. ഈ ശവശരീരവും പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നേരമായി അലഞ്ഞു തിരിഞ്ഞോണ്ടിരിക്കുന്നറിയോ. ഇത് കട്ട് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് പോലും ഈ വീട്ടിൽ എവിടെയില്ല. അത്രക്ക് സൂക്ഷ്മമായിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അവൻ ഈ പണി എനിക്കിട്ടുണ്ടാക്കിയത്. അതും പോരാഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് നിന്നെയും ഇവിടെ വരുത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം ഇനിയും പണികൾ എന്തൊക്കെയോ വരാനുണ്ട് എന്ന് തന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ തന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നല്ലത്, നീ ഫോൺ വിളിക്കുകയെന്ന് കർമ്മനോട് നായിക പറയുന്നു. അവൻ അതിന് സമ്മതിക്കുന്നു. പക്ഷെ അവന്റെ കയ്യിലാണെങ്കിൽ ഫോണില്ല, ഫോണ് കാറിൽ വെച്ചിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. അവൻ ഫോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനൊരുങ്ങുന്നു. അപ്പോഴത് ഒരു കാറ് ആ വീടിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടതോടെ നമ്മുടെ നായിക ആകെ പേടിച്ച് പറക്കാൻ തുടങ്ങി. അപ്പൊ കർമ്മം പറയും, നീ പേടിക്കാതിരിക്കും, നമുക്ക് എന്തായാലും മാനേജ് ചെയ്യാം, നീ ഏതായാലും വീടിനുള്ളിൽ തന്നെ ഇരിക്കും, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് വാതിലുമടച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ ആരാണ് ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി എന്തൊക്കെ സർപ്രൈസുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്? അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കഥയുടെ 2ാം പാർട്ടുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരെ